ഇന്ന് റീഡിങ്ങിൻ്റെ ഒരു ക്ലാസ്സാണ് നമ്മൾ കൈകാര്യം ചെയ്യാനായിട്ട് പോകുന്നത്. റീഡിങ്ങിൽ നിങ്ങളൊരു IELTS ഓൾറെഡി റീഡ് ചെയ്തിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആവാം, മെറ്റീരിയൽ റീഡ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളൊരു പക്ഷേ IELTS പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാവാം, അല്ലെങ്കിൽ ഓൾറെഡി എക്സാം എഴുതിയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആവാം. എങ്ങനെ ആയാലും നിങ്ങളൊരു പക്ഷേ കേട്ടിരിക്കാം, IELTS റീഡിങ്ങിൽ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ചില ക്വസ്റ്റ്യൻ ടൈപ്സ് ഉണ്ട്. അതിൽ ഒട്ടുമിക്ക കാൻഡിഡേറ്റ്സും പറയുന്ന ഒന്നാണ് മാച്ചിങ് ഹെഡിങ്സ്. IELTS റീഡിങ്ങിലെ മാച്ചിങ് ഹെഡിങ് ക്വസ്റ്റ്യൻസ് എങ്ങനെ കൈകാര്യം ചെയ്യാം, എങ്ങനെ നല്ല രീതിയിൽ ആൻസർ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. എന്താണ് മാച്ചിങ് ഹെഡിങ് ക്വസ്റ്റ്യൻസിൻ്റെ ഫോക്കസ് എന്ന് നമുക്ക് നോക്കാം. ഐഡൻറ്റിഫൈയിങ് ദ മെയിൻ ഐഡിയ ഓഫ് എ പാരഗ്രാഫ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു പാരഗ്രാഫിൽ എന്താണ് മെയിൻ ഐഡിയ റൈറ്റർ ഉദ്ദേശിക്കുന്നത്, അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാച്ചിങ് ഹെഡിങ് എന്ന് പറയുന്ന ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് റീഡിങ്ങിലുള്ളത്. അപ്പോൾ ഒരു പാരഗ്രാഫ് നിങ്ങൾ വായിക്കുന്നു, ആ പാരഗ്രാഫിനെ നിങ്ങൾക്ക് ചുരുക്കി മനസ്സിലാക്കാനായിട്ടുള്ള കഴിവുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് നമുക്ക് മനസ്സിലായി. ഇങ്ങനെ ചെയ്യുമ്പോൾ ചില പ്രശ്നങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കാം. ഒന്നാമത്തെ പ്രശ്നം ലിസ്റ്റ് ഓഫ് ഹെഡിങ്സ് ആണ്. സാധാരണഗതിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, IELTSലെ മറ്റേത് ക്വസ്റ്റ്യൻ ടൈപ്പിനെ അപേക്ഷിച്ചും മാച്ചിങ് ഹെഡിങ്സിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് ആദ്യം തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക, ലിസ്റ്റ് ഓഫ് ഹെഡിങ്സ് ഉണ്ടാവുക. അതിനുശേഷമായിരിക്കും നിങ്ങൾക്കുള്ള പാസേജ് വരിക. അപ്പോൾ ലിസ്റ്റ് ഓഫ് ഹെഡിങ്സ് നിങ്ങൾ ആദ്യം വായിച്ച് നോക്കുന്നു. അവിടെ ക്വസ്റ്റ്യൻ സെറ്റേഴ്സ് ഒരു ചെറിയ സ്ട്രാറ്റജി അവർ മേക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആൻസേഴ്സ് തെറ്റിപ്പോകാനുള്ള സാധ്യത അവരുണ്ടാക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്നിലധികം ഓപ്ഷൻസ് ഒരുപോലെ നിങ്ങൾക്ക് തോന്നാം. അത് ഒരു പ്രോബ്ലമാണ്. രണ്ടാമത്തെ പ്രോബ്ലം, ഒരു പാസേജിൻ്റെ അകത്തെ ഒരു പാരഗ്രാഫ് നിങ്ങൾ വായിച്ചതിന് ശേഷം അതിൽ തൊട്ടടുത്തുള്ള മറ്റൊരു പാരഗ്രാഫിലും അതേ മീനിങ് ആണോ പോകുന്നത് എന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം അടുത്തടുത്ത് വരുന്ന പാരഗ്രാഫുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളോ സെൻറ്റൻസ് കൺസ്ട്രക്ഷനോ ഒക്കെ തന്നെ ഏകദേശം ഒരുപോലെ നിങ്ങൾക്ക് തോന്നിക്കുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ സെറ്റേഴ്സ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങളുള്ളത് കൊണ്ട് മിക്കപ്പോഴും കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആൻസേഴ്സ് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല, ചിലപ്പോൾ നിങ്ങളൊരു റോങ് ആയിട്ടുള്ള ഒരു ആൻസർ ചെയ്തു എന്ന് വിചാരിക്കുക. ഒരു പാരഗ്രാഫിൻ്റെ ശരിയായിട്ടുള്ള ഹെഡിങ് അല്ല നിങ്ങൾ ചൂസ് ചെയ്തത് എങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരു ആൻസർ കൂടി നിങ്ങൾ അവിടെ തെറ്റിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു മിസ്റ്റേക്കിലൂടെ നിങ്ങൾ 2 മിസ്റ്റേക്ക് വരെ വരുത്താനുള്ള സാധ്യത മാച്ചിങ് ഹെഡിങ് ക്വസ്റ്റ്യൻസ് കൃത്യമായി നോക്കി ചെയ്തില്ലെങ്കിൽ ഉണ്ടാവാൻ ഇടയുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഈ ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാനായിട്ട് സാധിക്കുക? അതിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള പല മെത്തേഡ്സിൽ ഒരെണ്ണം ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ഒരു 5 സ്റ്റെപ്പുകളുള്ള ഒരു അപ്രോച്ചാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത് പോലെ 5 സ്റ്റെപ്പുകളാണ്. ഞാൻ ആദ്യം 5 സ്റ്റെപ്പുകളൊന്ന് വായിക്കാം, അത് എക്സ്പ്ലെയിൻ ചെയ്യാം. 1, റീഡ് ദ ഹെഡിങ്സ് സോ ദാറ്റ് യു ആർ ഫെമിലിയർ വിത്ത് ദം. അപ്പോൾ നമ്മുടെ മുമ്പിൽ ആദ്യം തന്നെ ഹെഡിങ്സ് വന്നിട്ടുണ്ട്. എല്ലാ ഹെഡിങ്ങുകളും നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് ഫെമിലറൈസ് ചെയ്യുക. ഫെമിലറൈസ് ചെയ്യുക എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്, നിങ്ങൾ കൃത്യമായി നോട്ട് ചെയ്യുക. ഒരു ഹെഡിങ്ങിനും മറ്റ് ഹെഡിങ്ങിനും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. എങ്ങനെയാണ് നിങ്ങൾക്കത് എക്സാമിനേഷന് ചെയ്യാൻ സാധിക്കുക? ഒരു ഹെഡിങ്ങും മറ്റ് ഹെഡിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളുടെ ഡിഫറൻസ് ആയിരിക്കും, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പെൻസിൽ കൊണ്ട് ഒരു ഹെഡിങ്ങിലെ പ്രധാനപ്പെട്ട വാക്കുകൾ, അടുത്ത ഹെഡിങ്ങിലെ പ്രധാനപ്പെട്ട വാക്കുകൾ, ഇവ ഒന്ന് അണ്ടർലൈൻ ചെയ്തതിന് ശേഷം അത് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നതാണ് ഏറ്റവും ഉചിതം. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഹെഡിങ്ങും അടുത്ത ഹെഡിങ്ങും തമ്മിലുള്ള അർത്ഥവ്യത്യാസങ്ങൾ ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നം ഇവിടെയും വരുന്നുണ്ട്. ഒരു പക്ഷേ അടുത്തടുത്ത ഹെഡിങ്ങുകൾക്ക് ഒരേ വേഡിങ്സ് ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ആ വേഡ് മാറ്റി വെച്ചിട്ട് അതിന് ശേഷമുള്ള മറ്റു വാക്കുകളിലേക്ക് നിങ്ങളുടെ ഫോക്കസ് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ ഇതിന് ശേഷം പറയുന്നതാണ്, അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്കത് വ്യക്തമാവും. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്കിം റീഡ് ദ ഹോൾ പാസേജ് ടു ഗെറ്റ് ദ ഓവറോൾ മീനിങ്. ഒരു പാസേജ് കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചെയ്യുന്നതും അല്ല ചെയ്യേണ്ടതുമായിട്ടുള്ളൊരു കാര്യമാണ് സ്കിം റീഡിങ് എന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പാസേജിൻ്റെ ബിഗിനിങ് മുതൽ അതിൻ്റെ അവസാനം വരെയുള്ള ഭാഗങ്ങൾ സ്കിം റീഡ് ചെയ്യണം. ഇനി എന്താണ് സ്കിം റീഡിങ് എന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിൽ പോലും ഞാൻ ചെറിയ തോതിലൊന്ന് പറയാം. ഒരു പാരഗ്രാഫ് പൂർണ്ണമായും അതിൻ്റെ അകത്ത് എല്ലാ വാക്കുകളും വായിക്കലല്ല സ്കിം റീഡിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു സെൻറ്റൻസിലെ പ്രധാനപ്പെട്ട വാക്കുകൾ, സ്വാഭാവികമായിട്ടും അത് ഒരു സെൻറ്റൻസ് ആണെങ്കിൽ അതിൻ്റെ സബ്ജക്റ്റായിട്ട് വരുന്ന നൗണുകളും വെർബുകളും
അല്ലെങ്കിൽ ചില കോണ്ടെക്സ്റ്റിൽ അതിൻ്റെ ഒബ്ജക്റ്റായിട്ട് വരുന്ന നൗണുകളും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട വാക്കുകളൊന്ന് കണ്ണോടിച്ച് വായിക്കുന്നതിനെയാണ് നമുക്ക് സ്കിമ്മിങ് എന്ന് പറയാൻ സാധിക്കുക. അങ്ങനെ ടോട്ടലി നിങ്ങൾ ഹോൾ പാസേജ് ഒന്ന് സ്കിം റീഡ് ചെയ്യുകയാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റീഡ് ദ ഫസ്റ്റ് സെൻറ്റൻസ് ആൻഡ് ഡിസൈഡ് വിച്ച് ഹെഡിങ്സ് മൈറ്റ് ഫിറ്റ് എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഒരു എ എന്ന് പറയുന്ന ഒരു പാരഗ്രാഫ് ഫോർ എക്സാമ്പിൾ നിങ്ങൾ വായിക്കുന്നു. എ എന്ന് പറയുന്ന പാരഗ്രാഫ് വായിച്ചതിന് ശേഷം നിങ്ങൾ ലിസ്റ്റ് ഓഫ് ഹെഡിങ്ങിലേക്ക് നോക്കുന്നു. നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ശരി എന്ന് തോന്നുന്ന ഒരെണ്ണം ഉണ്ടാവാം, പക്ഷേ അതുപോലെ തന്നെ ശരി എന്ന് തോന്നാൻ സാധ്യതയുള്ളതും ഉണ്ടാവാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നം ഉണ്ടാവാതിരിക്കാനായിട്ട്, അതായത് ഒരു ഹെഡിങ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ഹെഡിങ്ങിനെ മറ്റെങ്ങും പരിഗണിക്കാതെ പോകുമ്പോൾ കൂടുതൽ മിസ്റ്റേക്സ് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. ഒരു പാരഗ്രാഫ് വായിച്ചതിന് ശേഷം ആ പാരഗ്രാഫിനോട് ചേരാൻ സാധ്യത ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഏതൊരു ഹെഡിങ്ങും നിങ്ങൾക്ക് ഇതിനു വേണ്ടി ചൂസ് ചെയ്യാം. അതിൻ്റെ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് തയ്യാറാക്കാം. എന്ന് പറഞ്ഞാൽ ആ പാരഗ്രാഫിൻ്റെ മുകളിലായിട്ട് പെൻസിൽ കൊണ്ട് ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ ഒന്നാമത്തെ ഹെഡിങ്ങിന് ഇത് ചേരാൻ സാധ്യതയുണ്ട്, അതുപോലെ തന്നെ മൂന്നാമത്തെ ഹെഡിങ്ങിനും ആറാമത്തെ ഹെഡിങ്ങിനും സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾക്കതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അങ്ങനെ നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇത് സ്വാഭാവികമായിട്ടും മിസ്റ്റേക്ക് വരാനുള്ള സാധ്യത കുറയ്ക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പാരഗ്രാഫിൻ്റെ പ്രധാനപ്പെട്ട സെൻറ്റൻസുകൾ, അത് ആദ്യത്തെ സെൻറ്റൻസുകളോ അല്ലെങ്കിൽ സ്കിം റീഡ് ചെയ്തൊരു ധാരണയുള്ളത് കൊണ്ട് ആദ്യത്തെ സെൻറ്റൻസുകളോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പീഡിൽ വായിക്കാൻ കഴിയുമെങ്കിൽ രണ്ടാമത്തെ സെൻറ്റൻസോ അല്ലെങ്കിൽ ലാസ്റ്റത്തെ സെൻറ്റൻസോ ഒക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ചേരാൻ സാധ്യതയുള്ള ഹെഡിങ്ങുകൾ കണ്ടെത്താനായിട്ട് സാധിക്കും. അങ്ങനെ എല്ലാ പാരഗ്രാഫിൻ്റെയും മുകളിൽ നിങ്ങൾ പെൻസിൽ കൊണ്ട് ചെറുതായിട്ട് അതിന് സാധ്യതയുള്ള ഓപ്ഷൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഈ സ്റ്റെപ്പ്. അതിനുശേഷം നമ്മൾ വീണ്ടും അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. റീഡ് ദ പാരഗ്രാഫ് ആൻഡ് ചൂസ് ദ ഹെഡിങ് ദാറ്റ് ബെസ്റ്റ് സമ്മറൈസസ് ഇറ്റ്. പാരഗ്രാഫിനെ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ഒന്ന് മുതൽ, അതായത് ഏറ്റവും ആദ്യത്തെ പാരഗ്രാഫ് മുതൽ ഒന്നുകൂടി കൃത്യമായിട്ട് വായിക്കണം. അത് അല്പം ഇൻറ്റൻസീവായിട്ട് വായിക്കാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ വായിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കരുതി വച്ചിരിക്കുന്ന ഓപ്ഷനിൽ നിന്നും ഏതെങ്കിലും ഒരു ഹെഡിങ് ഒരു 90% അതിന് ചേരുന്നതായിട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പിക്കുക അത് തന്നെ ആയിരിക്കും ആ പാരഗ്രാഫിൻ്റെ ഹെഡിങ്. ഇനി എന്താണ് ഹെഡിങ് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു പാരഗ്രാഫിൻ്റെ പ്രധാന ആശയത്തിൻ്റെ ഏറ്റവും ചുരുക്ക രൂപത്തിനാണ് നമുക്ക് ഹെഡിങ് എന്ന് പറയാനായിട്ട് സാധിക്കുക. അപ്പോൾ നിങ്ങളൊരു ഹെഡിങ് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളൊരു പാരഗ്രാഫ് വായിച്ചു, അതിലെ പ്രധാന ആശയം നിങ്ങൾക്ക് മനസ്സിലായി, അതിന് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ കിട്ടുക അതായിരിക്കും ഹെഡിങ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു രീതി ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എ എന്ന് പറയുന്ന പാരഗ്രാഫിന് നിങ്ങൾ അതിന് കിട്ടാവുന്നത്ര പോസിബിൾ ആൻസേഴ്സ് നോട്ട് ചെയ്തു, അത് വായിച്ചു, ഒരു 90% ചേരുന്നവരെന്ന് നിങ്ങൾ ചൂസ് ചെയ്തു. അവിടെ കൊണ്ട് നമ്മുടെ സ്റ്റെപ്പ് തീർന്നില്ല. ഇതേ കാര്യം തന്നെ മറ്റുള്ള പാരഗ്രാഫുകളിലേക്ക് കൂടി തുടരുക. അപ്പോൾ അവസാനത്തെ പാരഗ്രാഫ് വരെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു സ്കോർ നേടാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ ചെയ്യാനായിട്ട് പോകണം, ഒരു സാമ്പിൾ ഡിസ്കഷനിലേക്ക് പോവാണ്. ഇപ്പോൾ ഞാനിവിടെ നിങ്ങൾ മുമ്പിലായിട്ട് കാണിക്കുന്നത് ഒരു ലിസ്റ്റ് ഓഫ് ഹെഡിങ് ആണ്. ഇതിൻ്റെ അകത്ത് 7 ഹെഡിങ്ങുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ദ ഫ്യൂച്ചർ ഓഫ് അർബൻ പ്ലാനിങ് ഇൻ അമേരിക്ക. സെക്കൻഡ്, കോൺഫ്ലിക്റ്റിംഗ് ഐഡിയാസ് ത്രൂ ദ ഹിസ്റ്ററി ഓഫ് അർബൻ പ്ലാനിങ്. തേർഡ്, urban planning has a long and varied history. Fourth, financial problems helped spread an urban planning concept. Fifth, the background to one particular planned community. Sixth, political change obstructs progress in urban planning. 7, an urban plan to reduce traffic. ഇങ്ങനെയായിരിക്കും സാധാരണഗതിയിൽ ലിസ്റ്റ് ഓഫ് ഹെഡിങ്ങുകൾ വരിക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ അപ്രോച്ചിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ഈ ഹെഡിങ്ങുകൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് നമുക്കിവിടെ എന്ത് ചെയ്യാം? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഒന്നാമത്തെ ഹെഡിങ്ങിലേക്ക് നിങ്ങൾ നോക്കുക. ദ ഫ്യൂച്ചർ ഓഫ് അർബൻ പ്ലാനിങ് ഇൻ അമേരിക്ക എന്ന് പറയുന്ന ഹെഡിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന വേർഡ്സ് ഏതൊക്കെയായിരിക്കും? ദ ഫ്യൂച്ചർ ഓഫ് അർബൻ പ്ലാനിങ്. അർബൻ പ്ലാനിങ്ങിനെ കുറിച്ചിട്ടാണ് പാസേജ് വരുന്നത്, നമുക്ക് ഗസ് ചെയ്യാനായിട്ട് സാധിക്കും എല്ലാ ഹെഡിങ്ങുകളും നോക്കിയാൽ. ഇവിടെ ഫ്യൂച്ചർ എന്ന് പറയുന്നതിനാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ പ്രാധാന്യം വരിക. ഫ്യൂച്ചർ ഇൻ അമേരിക്ക, ഫ്യൂച്ചർ ഓഫ് അർബൻ പ്ലാനിങ് ഇൻ അമേരിക്ക. അപ്പോൾ അണ്ടർലൈൻ ചെയ്യേണ്ട ഏതൊക്കെ വേർഡ്സ് ആണ്? ഫ്യൂച്ചറും ഇൻ അമേരിക്ക എന്ന് പറയുന്ന വാക്കുകളാണ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ടത്. രണ്ടാമത്തെ ഹെഡിങ് നോക്കുക. കോൺഫ്ലിക്റ്റിംഗ് ഐഡിയാസ് ത്രൂ ദ ഹിസ്റ്ററി ഓഫ് അർബൻ പ്ലാനിങ്. കോൺഫ്ലിക്റ്റിംഗ് ഐഡിയാസ് എന്നുള്ളതും
ത്രൂ ദ ഹിസ്റ്ററി എന്നുള്ളതും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഫ്രേസുകളാണ്. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, തൊട്ടടുത്ത ഹെഡിങ്ങിലും ഒരു ഹിസ്റ്ററി കിടപ്പുണ്ട്. നിങ്ങളൊരു പക്ഷേ ഓൾറെഡി നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ വളരെയധികം ശ്രദ്ധയോടെ നോക്കുക. ഇവിടെ ഹിസ്റ്ററിയേക്കാൾ ഉപരി നിങ്ങൾ എന്തിലേക്ക് പോകണം? കോൺഫ്ലിക്റ്റിംഗ് ഐഡിയാസ് എന്നതിലേക്ക് നിങ്ങൾ ശ്രദ്ധ പോകേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും മൂന്നാമത്തെ ഹെഡിങ്ങിൽ അപ്പോൾ എന്തായിരിക്കും നമ്മൾ നോക്കുക? അർബൻ പ്ലാനിംഗ് എന്നുള്ളത് പോയി, വേരീഡ് ഹിസ്റ്ററി എന്നുള്ളത് പോയി, ലോങ് ആൻഡ് വേരീഡ് എന്ന് പറഞ്ഞ വേർഡിലേക്ക് നിങ്ങൾ വരും. എന്ന് പറഞ്ഞാൽ അർബൻ പ്ലാനിംഗ് ഹാസ് എ ലോങ് ആൻഡ് വേരീഡ് ഹിസ്റ്ററി എന്നുള്ളതിൽ ലോങ് ആൻഡ് വേരീഡ് ഹിസ്റ്ററി എന്ന് പറഞ്ഞ യൂണിറ്റിലേക്ക് നിങ്ങൾ വരും. തൊട്ട് മുമ്പുള്ളതോ കോൺഫ്ലിക്റ്റിംഗ് ഐഡിയാസ് ത്രൂ ദ ഹിസ്റ്ററി എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യത ക്വസ്റ്റ്യൻ സെറ്റേഴ്സ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. നൗ ഫോർത്ത് വൺ, ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഹെൽപ്പ് സ്പ്രെഡ് ആൻ അർബൻ പ്ലാനിംഗ് കൺസെപ്റ്റ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഈസിയാണ്. ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ബിഹൈൻഡ് ദ അർബൻ പ്ലാനിംഗ് കൺസെപ്റ്റ് അതെങ്ങനെ വന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് എന്നും വേണമെങ്കിൽ ഹെൽപ്പ് സ്പ്രെഡ് എന്നും കൺസെപ്റ്റ് എന്നും ഒക്കെ നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്യാം. ഫിഫ്ത്ത് വൺ നോക്കുക, ദ ബാക്ക്ഗ്രൗണ്ട് ടു വൺ പർട്ടിക്കുലർ പ്ലാൻഡ് കമ്മ്യൂണിറ്റി. അതിലെ എല്ലാ വേർഡ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്ക്ഗ്രൗണ്ട് ടു വൺ പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി, ഒരു കമ്മ്യൂണിറ്റിയുടെ ബാക്ക്ഗ്രൗണ്ട് അത് ഡെവലപ്പ് ചെയ്ത് വന്ന രീതിയാവാം, അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗം. ദെൻ സിക്സ്ത് വൺ നോക്കുക, പൊളിറ്റിക്കൽ ചേഞ്ച് ഒബ്സ്ട്രക്ട്സ് പ്രോഗ്രസ് ഇൻ അർബൻ പ്ലാനിംഗ്. അവിടെ പൊളിറ്റിക്കൽ ചേഞ്ച് ഒബ്സ്ട്രക്ട്സ് എന്നുള്ള ഫ്രേസ് അല്ലെങ്കിൽ വേർഡ്സ് നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഫൈനലി സെവൻത് വൺ, ആൻ അർബൻ പ്ലാൻ ടു റെഡ്യൂസ് ട്രാഫിക്. ടു റെഡ്യൂസ് ട്രാഫിക് എന്നുള്ളതാണ് തീർച്ചയായിട്ടും അതിനകത്ത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ടുന്ന വേർഡ്സ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് ഹെഡിങ്ങുകളെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതെന്ന്. അടുത്ത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്ന് സ്കിം റീഡ് ചെയ്യാണ്. ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു പാസേജ് തരുന്നുണ്ട്, നിങ്ങൾക്കൊന്ന് സ്കിം റീഡ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ സ്കിം റീഡ് ചെയ്ത് കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. സ്കിം റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഓരോ പാരഗ്രാഫുകൾ എടുത്ത് നമ്മൾ അതിനെ ഒന്ന് പെട്ടെന്ന് ചുരുക്കി വായിച്ച് നോക്കിയതിന് ശേഷം അതിന് ചേരാൻ സാധ്യതയുള്ള എല്ലാ ഹെഡിങ്ങുകളുടെയും ഒരു ലിസ്റ്റ് തയ്യാറാക്കുക, അല്ലെങ്കിൽ ഒന്ന് നമ്പർ ഇട്ട് വെക്കുക അല്ലേ? അപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ ഈ സെഷനിൽ അതിലേക്ക് പോകുന്നില്ല. നീതൂസ് അക്കാഡമിയുടെ ഓഫ്ലൈൻ ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കൂടുതൽ പ്രാക്ടീസുകൾ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ്. നമ്മൾ ജസ്റ്റ് ഈ ഒരു കാര്യം, ഈ ഒരു അപ്രോച്ച് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം ഒരു പാരഗ്രാഫ് ഇപ്പോൾ എടുത്ത് ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിലായിട്ട് കാണിക്കുന്നത് ഈ പാസേജിൻ്റെ എ എന്ന് പറയുന്ന പാരഗ്രാഫാണ്. എ എന്ന് പറയുന്ന പാരഗ്രാഫ് നിങ്ങൾ വേഗം ഒന്ന് വായിച്ചു നോക്കൂ. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ ഈ പാരഗ്രാഫിൻ്റെ ഒരു മീനിങ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും. ഞാൻ 3 ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. ഇതിലേതാണ് നിങ്ങളുടെ മനസ്സിൽ വന്നതെന്ന് നിങ്ങൾ പറയണം. ഒന്ന്, പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ എക്സാമ്പിൾസ് ഓഫ് അർബൻ പ്ലാനിങ്. അർബൻ പ്ലാനിങ്ങിൻ്റെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എക്സാമ്പിൾസ് ആണോ ഇതിൻ്റെ മെയിൻ ഐഡിയ? ഓർ ദ ഹിസ്റ്ററി ഓഫ് അർബൻ പ്ലാനിങ്. അർബൻ പ്ലാനിങ്ങിൻ്റെ ഹിസ്റ്ററി അല്ലെങ്കിൽ ചരിത്രമാണോ ഇതിൻ്റെ മെയിൻ ഐഡിയ? ആൻഡ് ദ തേർഡ് വൺ, പ്രോബ്ലംസ് അസോസിയേറ്റഡ് വിത്ത് അർബൻ പ്ലാനിങ്. അർബൻ പ്ലാനിങ്ങുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന പ്രോബ്ലംസ് ആണോ ഇതിൻ്റെ മെയിൻ ഐഡിയ? അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇതിലേതെങ്കിലും ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. The right answer is the second one, the history of urban planning. അർബൻ പ്ലാനിങ്ങിൻ്റെ ചരിത്രമാണ് എ എന്ന് പറഞ്ഞ പാരഗ്രാഫിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ഓപ്ഷൻസ് ഇവിടെ ചൂസ് ചെയ്യാമെന്ന് നോക്കിക്കേ. നാച്ചുറലി നിങ്ങൾ ചൂസ് ചെയ്യാൻ സാധ്യത സെക്കൻഡ് ആൻഡ് തേർഡ് വൺ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഒരു പക്ഷേ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടെന്നിരിക്കട്ടെ. തീർച്ചയായിട്ടും നിങ്ങൾ നേരത്തെ നോട്ട് ചെയ്ത് വെച്ച് ആ വേർഡ്സിലേക്ക് പോവുക. ആ വേർഡ്സിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളൊന്നും കൂടെ അത് നോക്കുക. കോൺഫ്ലിക്റ്റിംഗ് ഐഡിയാസ് ത്രൂ ദ ഹിസ്റ്ററി എന്നുള്ളതും അർബൻ പ്ലാനിങ് ഹാസ് എ ലോങ് ആൻഡ് വേരിഡ് ഹിസ്റ്ററി എന്നുള്ളതുമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഓപ്ഷൻസ്, നിങ്ങൾ ചൂസ് ചെയ്യാൻ സാധ്യതയുള്ള ഓപ്ഷൻസ് അല്ലേ? ഇനി നോക്കുക, കോൺഫ്ലിക്റ്റിംഗ് ഐഡിയാസ് ആണോ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, അതോ അർബൻ പ്ലാനിങ്ങിൻ്റെ ലോങ് ആയിട്ടുള്ള ചരിത്രം, ലോങ് ഹിസ്റ്ററി ആൻഡ് വേരീഡ് ഹിസ്റ്ററി, ലോങ് ആൻഡ് വേരീഡ് ഹിസ്റ്ററിയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കുക. ഇപ്പോൾ നിങ്ങൾ ആ പാസേജിലേക്ക് വീണ്ടും ഒന്ന് നോക്കുക, എന്ന പാരഗ്രാഫിലേക്ക് നോക്കുക. അവിടെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നെ ലാസ്റ്റ് വന്നിരിക്കുന്ന ഫ്രേസ് ആൻ ഏൻഷ്യൻ്റ് വൺ എന്ന് വന്നിട്ടുണ്ട്. പിന്നീട് ഏർലിയസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിളുകൾ പറഞ്ഞിട്ടുണ്ട് 4th century BC. പിന്നീട് മിഡിൽ ഏജസ്, റെനേസൻസ്,
അതിനുശേഷം 1666 കാര്യം പറയുന്നുണ്ട്, പിന്നീട് 18th സെഞ്ച്വറിയിലെ കാര്യം പറയുന്നുണ്ട്. അങ്ങനെയാണ് ഇത് പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഏൻഷ്യൻ്റ് മുതൽ മുന്നോട്ട് വരുമ്പോൾ കൃത്യമായി ഓരോ ടൈം പീരീഡ് അനുസരിച്ചല്ല, അങ്ങിങ്ങായിട്ടുള്ള പല പല കാലഘട്ടങ്ങളിൽ നടന്ന കാര്യങ്ങളെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഇതൊരു ഏൻഷ്യൻ്റ് കാലഘട്ടം മുതലേ ഉള്ള ഒരു കാര്യമാണ് അർബൻ പ്ലാനിങ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ടുള്ളതല്ല, ഇതൊരു ലോങ് ഹിസ്റ്ററിയാണ്. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ടല്ല ഇത് വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഇതൊരു വേരിയഡ് ഹിസ്റ്ററിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഏത് ഓപ്ഷൻ ചൂസ് ചെയ്യും? യെസ്, ദ തേർഡ് വൺ. അർബൻ പ്ലാനിങ് ഹാസ് എ ലോങ് ആൻഡ് വേരിയഡ് ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നമ്മളിവിടെ ചൂസ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഉത്തരം ശരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലത്തെ കൂടുതൽ വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും എത്തുന്നതാണ്. സോ താങ്ക് യു സോ മച്ച്. സ്റ്റേ ട്യൂൺ ടു നീതൂസ് അക്കാഡമി യൂട്യൂബ് വീഡിയോസ്. Bye-bye. Needus Academy, India's #1 language academy.